ഹലോ, ഇന്ന് നമുക്കൊരു ഓല ഷെഡ് കെട്ടുന്ന ഒരു കാഴ്ചയായാലോ? ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ കണ്ട ഒരു കാഴ്ചയുടെ വീഡിയോ ആണ് ഇത്. ഇവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലെ കലശമെടുക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു കലശപ്പന്തൽ നിർമ്മിക്കുന്നതാണ്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ? നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്, സ്കൂൾ പൂട്ടിയ കാലത്ത് ഇതുപോലെ പന്തൽ കെട്ടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മൾ കുട്ടികൾക്ക് അല്ലേ? കുട്ടികൾ പ്രത്യേകിച്ച് ഒരു ചെറിയ കടയൊക്കെ ഇട്ട് അവിടെ കച്ചവടമൊക്കെ നടത്തി അങ്ങനെയായിരുന്നു കുട്ടികളുടെ കുട്ടിക്കാലം കഴിഞ്ഞിരുന്നത്. അന്നും ഇതുപോലെ ഒരുപാട് ആൾക്കാർ, അന്ന് നമ്മൾ കുട്ടികൾ ചേർന്നാണ് ഇങ്ങനെയൊക്കെ കെട്ടുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് വലിയ ആൾക്കാർ ചേർന്ന് ഇതുപോലെ ഒരു കലശപ്പന്തൽ കെട്ടുന്നൊരു കാഴ്ചയാണിത്. ഇപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ആ പഴയ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്. അതാണ് ഞാൻ ഇത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്. ഇത് ഇവർ കെട്ടുന്നത് ഓല കൊണ്ടാണ് കേട്ടോ, മെടഞ്ഞ ഓലയല്ല. നമ്മൾ തെങ്ങിൽ നിന്ന് ഇപ്പോൾ തന്നെ ഉണങ്ങിയ ഓലയൊക്കെ വീണ് കിടക്കുമല്ലോ, ആ ഓല ഉപയോഗിച്ചാണ് ഇവർ ഈ താൽക്കാലിക പന്തൽ കെട്ടുന്നത്. കൂടെ അവർ ഇത് കെട്ടാൻ ആനപ്പട്ട ഉപയോഗിക്കാൻ എടുത്തു വെച്ചത് കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ആന തിന്നുന്ന ആ ഒരു ഇലയില്ലേ, അതിനെയാണ് ആനപ്പട്ട എന്ന് പറയുന്നത്. നമ്മളൊക്കെ പണ്ട് ഈന്തിൻ്റെ ഓല ഉപയോഗിച്ചാണ് ഇതുപോലെ പന്തൽ കെട്ടാറുള്ളത് അല്ലേ? ഈ പന്തൽ കെട്ടുന്നത് ധൂളിവാതിക്കൽ ക്ഷേത്രത്തിലെ കലശമെടുക്കാൻ വേണ്ടി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇതുപോലെയുള്ള ഒരു കാഴ്ച നമ്മൾ കാണുന്നത് കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു കൗതുകത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പകർത്തിയത്. എല്ലാവരും കൂടി ചേർന്ന് ഒത്തൊരുമയോട് കൂടിയുള്ള ഈ ഒരു പ്രയത്നം കാണുന്നതും അപൂർവമാണല്ലോ. കലശം, പലവിധ കലശങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? ദ്രവ്യ കലശം, അഷ്ടബന്ധ കലശം, നവീകരണ കലശം, അങ്ങനെ ഒരുപാട് കലശങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ബിംബത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കാനാണ് സാധാരണയായി കലശം നടത്തപ്പെടുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ ഏത് ക്ഷേത്രത്തിനെയാണോ, ഏത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെയാണോ ആരാധിച്ച് ഉത്സവം നടത്തുന്നത്, ആ ക്ഷേത്രത്തിലെ ദേവനെ ആവാഹിച്ച് ആടുന്നതിനെയാണ് നമ്മൾ സ്വതവേ കലശം എടുക്കുക എന്ന് പറയുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ കലശങ്ങൾ. ചെറിയ കലശങ്ങളും വലിയ കലശങ്ങളും എന്നിങ്ങനെ ഒരുപാട് കലശം നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ കലശത്തിൽ ചിലവർ നാളികേരം വെക്കാറുണ്ട്. ഈ നാളികേരത്തിൽ പഞ്ചഭൂതങ്ങൾ ഉണ്ടെന്നാണ് സാധാരണയുള്ള ഒരു വിശ്വാസം. 5 തത്വങ്ങളും അതിലുണ്ട്. അതായത് നമ്മൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എനിക്ക് തോന്നുന്നത്, ഞാൻ വളരെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള കലശങ്ങളിൽ ചിലതൊക്കെ വർണ്ണക്കടലാസ് കൊണ്ടൊക്കെ ചുറ്റിയത് കണ്ടിട്ടുണ്ട്. ഈ വർണ്ണക്കടലാസ് മാത്രമല്ല, നൂൽ കൊണ്ട് ചുറ്റുന്ന കലശങ്ങളുണ്ട്, വസ്ത്രം കൊണ്ട് ചുറ്റുന്നതുണ്ട്. സാധാരണ കലശത്തിന് നമ്മൾ ഒരു മുഖം, ഒരു തല ഒക്കെ കാണാറുണ്ടല്ലേ? ഈ തലയും ഉടലും ഒക്കെ ആയിട്ടാണ് സാധാരണ കലശം ഉണ്ടാവാറ്. ഈ തല എന്ന് വെച്ചാൽ മുഖം വിഷ്ണുവിനെ സൂചിപ്പിക്കുകയാണ്, കണ്ഠം ശിവനെയും, കലശത്തിൻ്റെ ഉടൽ സൂചിപ്പിക്കുന്നത് ബ്രഹ്മാവിനെയുമാണ്. ദേവചൈതന്യത്തിൽ സത്വഗുണം, തേജോ ഗുണം, തമോ ഗുണം, ഇങ്ങനെ പലവിധ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൽ ദേവഗുണത്തെ ആവാഹിക്കുന്നതാണ് കലശം എന്ന് പറയുന്നത്. പൂർണ്ണ കലശത്തിൽ എല്ലാ ചൈതന്യവും ഉണ്ടാവും. ക്ഷേത്രങ്ങളിൽ ചില തെയ്യങ്ങൾക്ക് പ്രത്യേക കലശം ഉണ്ടാകും. ചില കലശങ്ങൾ കുരുത്തോല കൊണ്ടാണ് അലങ്കരിക്കുക. സാധാരണ കലശം തയ്യാറാക്കുകയും അത് തലയിൽ എഴുന്നള്ളിക്കുകയും ചെയ്യുക തീയ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയെ സ്വതവേ എല്ലാവരും വിളിക്കുന്നത് കലശക്കാരൻ എന്നാണ്. അതൊരു ആചാരപ്പേരാണ്. തെയ്യത്തിന് അഭിമുഖമായി നിന്നുകൊണ്ട് തെയ്യത്തിൻ്റെ നർത്തനത്തിനനുസരിച്ച് കലശക്കാരൻ പിറകോട്ട് നീങ്ങുകയാണ് സാധാരണ ചെയ്യുക. അതാണ് ശരിയായ രീതിയും.
അങ്ങനെ നമ്മുടെ ഇവിടെയുള്ള കലശപ്പന്തൽ റെഡിയായി കഴിഞ്ഞു. അവർ ചുറ്റുപാടും വൃത്തിയാക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി കലശം എടുക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ഏതായാലും ഇന്ന് കെട്ടിയ ദിവസം അവർ കലശം പരിപാടി ഇല്ല. തലേ ദിവസമേ ഇതൊക്കെ കെട്ടിവെച്ച് അവർ വൃത്തിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ദിവസം സന്ധ്യയോടു കൂടിയാണ് ഇവർ ഇവിടെ നിന്ന് കലശം എടുത്ത് ക്ഷേത്രത്തിലേക്ക് പോവുക. ആ കാഴ്ച നമുക്ക് കാണാം. അവർ ഇന്ന് പനമ്പട്ട കൊണ്ട് അലങ്കരിച്ചത് കാണുന്നില്ല. സാധാരണ പനമ്പട്ടയും കൂടി വെക്കാറുണ്ട്. പനമ്പട്ട അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. പനമ്പട്ട കൊണ്ട് അലങ്കരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഫുൾ പച്ചപ്പൊക്കെയാണല്ലോ. ഏതായാലും അവർ പനമ്പട്ട അവിടെ വെട്ടിവെച്ചതേയുള്ളൂ. കഴിഞ്ഞ വർഷമൊക്കെ പനമ്പട്ട വെച്ച് അലങ്കരിച്ചത് കാണുന്നുണ്ട്. അപ്പോൾ ഇത് കലശപ്പന്തൽ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും തിരിച്ചു പോവുകയാണ്. നമുക്ക് അടുത്ത കലശമെടുക്കൽ കാണാം. സാധാരണ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടു കൂടിയാണ് ഈ കലശക്കാരൻ ഇവിടെ നിന്ന് പുറപ്പെടുക. കൂടെ ഒരുപാട് ആൾക്കാർ ഉണ്ടാവും. പണ്ടൊക്കെ ചില സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരുപാട് കലശങ്ങൾ എടുക്കുന്നത് കാണാറുണ്ട്. ഇവിടെ ഒരു കലശം മാത്രമേ ഉള്ളൂ എന്നാണ് അറിഞ്ഞത്. അവർ പിറ്റേ ദിവസം വന്നിട്ട് വാഴ കൊണ്ട് അലങ്കരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്നാണ് കലശം എടുക്കുന്ന ദിവസം. 2 വാഴകൾ മുമ്പിൽ വെച്ച് അലങ്കരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത്. പണ്ടൊക്കെ കല്യാണപ്പുരകളുടെ മുന്നിൽ പണ്ട് ഓലമേഞ്ഞ പന്തലൊക്കെയായിരുന്നു കല്യാണപ്പുരകളിൽ. അവിടെയും ഇതുപോലെ വാഴകൾ കൊണ്ട് അലങ്കരിച്ചത് കാണാറുണ്ട്. പണ്ടുള്ള കല്യാണത്തിൽ പങ്കെടുത്തവർക്കൊക്കെ ഇത് കണ്ടാൽ അത് മനസ്സിലാവും. കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കുറച്ച് കുരുത്തോലയൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുമുണ്ട്.